ആരാടാ നീ ചെയ്തെല്ലാം തെറ്റ്. നീ എന്റെ 1 കോടി രൂപ എടുത്തോണ്ട് പോടാ, തിരിച്ച് സമ്പാദിച്ചോളാം ഞാൻ. എന്തിന് 10 കിലോ തങ്കം എടുത്തോണ്ട് പോടാ, തിരിച്ച് വാങ്ങിച്ചോളാം ഞാൻ. എന്നാലും എന്റെ ചെല്ലത്തെ എടുത്തോണ്ട് പോയാ എങ്ങനെയാടാ? ധനലക്ഷ്മി എന്റെ ഹൃദയമാടാ. അവളെന്റെ വൈഫാടാ, ഡാർലിങ്. ലവ് യു. ധനലക്ഷ്മി എന്റെ ദൈവമാടാ. അവളെ ഈ ലോകം മുഴുവൻ എഴുന്നള്ളിച്ചോണ്ട് നടക്കുന്ന തേരാ ഞാൻ. ഉത്സവ സമയത്ത് തേര് തകർത്തിട്ട് ദൈവത്തെ തട്ടിക്കൊണ്ടു പോകുന്ന നീ. തെറ്റാ ചെയ്തത്. തെരുവിക്കൂടെ പോകുമ്പോ എന്റെ ചെല്ലത്തിനെ അറിയാതെ ആരോ ഒരുത്തം തട്ടിയാൻ അവന്റെ 2 കാലം പിടിച്ച് തെണ്ടിച്ചവനാടാ ഞാൻ. എന്നാ നീ മധുര മീനാക്ഷിയുടെ മുമ്പിൽ വെച്ച് എന്നെ അടിച്ചിട്ടിട്ട് ഇവളെ തട്ടിക്കൊണ്ടുപോയി. ആരാ നീ? ഇത് മുത്തുപ്പാണ്ടി കോട്ടയാടാ. ഇവന് സാധാരണ മരണമല്ല വേണ്ടത്, ഇവനെ വെട്ടി പീസാക്കടാ. പിന്നോട്ട് പോകാൻ പുറകോട്ട് മാറാൻ. എന്റെ ചെല്ലത്തിന്റെ കഴുത്തി കത്തി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? മാറി നിൽക്ക്. പുറകോട്ട് പോ. വേണ്ട, അവളെ മാത്രം ഒന്നും ചെയ്യണ്ട. ഇവളാരാന്ന് എനിക്കറിയില്ല, എന്നാ ഇവളാ നിന്റെ ജീവനെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിന്റെ ജീവൻ നിനക്ക് എത്രമാത്രം വിലപ്പെട്ടതാണോ അതിനേക്കാൾ വിലപ്പെട്ടതാ എനിക്ക് എന്റെ ജീവൻ. മുന്നോട്ടൊരു ചോട് വെച്ച കാച്ചിക്കളയും ഇവളെ. അവളുടെ കഴുത്തിന്റെ കത്തി ഒന്ന് മാറ്റി പിടിക്കടാ. അവളുടെ കഴുത്തിൽ 1 തുള്ളി രക്തം വീണാ അതെനിക്ക് സഹിക്കണടാ. നിനക്ക് എന്തോടൊന്ന് ചെയ്യാൻ തരാം. അവളെ പ്ലീസ് വിട്ടേടാ. ഇവിടെ വാടാ. ഇങ്ങോട്ട് വാടാ, വായി നോക്കി നിൽക്കാതെ. മുണ്ടഴിക്കടാ. അഴിക്കാൻ. മുണ്ട് അഴിക്കടാ അങ്ങോട്ട്. അങ്ങനെ അഴിക്കേ. മുണ്ട് വിരിച്ചു. ഇനി മൊത്തം ആയുധങ്ങളും അതിൽ കൊണ്ട് ഇടാൻ പറ. എല്ലാരും കൊണ്ട് ഇതിനകത്ത് കത്തി, അരിവാള്, വെട്ടരിവാള് എല്ലാം കൊണ്ട്. ഒറ്റ ആയുധം വെക്കണ്ട, എല്ലാം ഇട്. പെട്ടെന്ന് കൊണ്ടുപോടാ. ഇവിടെ കൊണ്ട് എല്ലാം കൊണ്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അവളെ വിട്ടൂടെ? കൂട്ടിക്കെട്ട്, അതെല്ലാം കൂട്ടിക്കെട്ട്. ഞാൻ തന്നെ എല്ലാം ചേർത്ത് വെച്ച് കെട്ടിക്കോളാം. കെട്ടിക്കഴിഞ്ഞു. ഇനി അവളെ വിട്ടൂടെ? ഈ കെട്ടെടുത്തോണ്ട് പോയി ആ ജിപ്സി കൊണ്ടിട്ട്. ജിപ്സിയില് എടുത്തോണ്ട് പോയി ഇടാ. അതില് സാറ് പറഞ്ഞ കെട്ടിൽ എടുത്തോണ്ട് പോ. പെട്ടെന്ന് എടുത്തോണ്ട് പോ. അപ്പോ കൊണ്ടുപോയി. ഇനി അവളെ വിട്ടൂടെ? ജിപ്സി ഒഴികെ ബാക്കി എല്ലാ വണ്ടിയിലും കാറ്റ് ഉരുവിടാൻ പറ. കാറ്റടിച്ച് വിടാ. കാറ്റടിച്ച് വിടാൻ. കാറ്റടിച്ച് വിടാ. പോയി, കാറ്റില്ലാത്തിന്റെ പോയി. വിട്ടേര്. എന്റെ തക്കത്തിന് വിട്ടേര്. എന്റെ ധനലക്ഷ്മി. വണ്ടി കയറി അകത്ത് കയറിയിരിക്ക. പാണ്ടി, മോനെ പാണ്ടി, എന്താണ് ഇവിടെ വന്നിരിക്കുന്നേ? എന്തു പറ്റി പറയടാ. എന്താ നടന്നത്? ആരാ ഇത് ചെയ്തത്? ഏത് പൊലയടി മോനാണ് എന്റെ മോനെ കൈവച്ചത്? അറിയത്തില്ലണ്ണാ. അണ്ണനെ അടിച്ചിട്ട് പെണ്ണെ കൊണ്ട് പോയി. ഈ സ്റ്റേറ്റ് മുഴുവൻ പിന്നിലുള്ളപ്പോ എന്റെ മോനെ തല്ലി ചതച്ചോടാ. നിങ്ങളൊക്കെ എന്ത് പിടിച്ചിക്കൊണ്ടിരിക്കുന്നു? ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നാണമില്ലടാ. ഏത് വഴിയാടാ അവൻ പോയത്? ബൈപ്പാസ് റോഡ് വഴി. ട്രാഫിക് കോൺസ്റ്റബിൾ പോലെ AC DC വരെ എല്ലാവരും ചേർന്ന് അവനെ തരാൻ പറ. ചുറ്റുമുള്ള എല്ലാ സ്റ്റേഷനിലും അലർട്ടാക്കാൻ പറ. സാർ, ഞാൻ മിനിസ്റ്റർ രാജപാണ്ഡിയുടെ PA ആണ് സംസാരിക്കുന്നത്. പാർട്ടി കഴിവറവൻ ബോർഡർ എടുക്കാൻ പാടില്ല. ഒരുത്തരം വെറുതെ വിടരുത് സാർ, ഇവനെയൊക്കെ ചെക്ക് ചെയ്യണം. അവിടെ എന്താ ആക്സിഡന്റ്? ആക്സിഡന്റ് അല്ല സാറേ,
മധുര മുത്തുപ്പാണ്ടിയില്ലേ, അയാൾ കെട്ടാൻ വെച്ചിരുന്ന പെണ്ണിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് രാവിലെ മുതൽ ചെക്കിംഗ് തുടങ്ങിയിരിക്കുക. കാശിട്ടായിരുന്നോ? പേരക്ക, നല്ല പഴുത്ത പേരക്ക. കോൺസ്റ്റബിൾ എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യ്. സാറേ ഇവന്മാരെയൊന്നും വെറുതെ വിടരുത്. ഇത് നമ്മുടെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരമാ. ഇത് നമ്മൾ ശരിക്കും വിനിയോഗിക്കണം. അങ്ങോട്ട് മാറി നിൽക്കണം. സ്റ്റോപ്പ്, സ്റ്റോപ്പ്, നിർത്ത്. നിർത്തടാ. വഴിക്ക് പാടാ. ഇവനെ എനിക്ക് ബലമായ സംശയമുണ്ട് സാർ. അവന്റെ ആ വരവും ലുക്കൊക്കെ വശപ്പശ അറസ്റ്റ് ചെയ്യണോ? അറസ്റ്റ് ചെയ്യ് സാറേ, അറസ്റ്റ് ചെയ്യ്. മിണ്ടാതിരിക്കണോ? പിന്നെ ഇങ്ങനെ കൈ നീട്ടി വന്ന് നിന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറയണോ? അവിടെ അണ്ണനെ അടിച്ചിട്ട് ഓടിക്കളഞ്ഞ ആകെ ബഹളോ. ഞങ്ങളൊക്കെ മുക്കിലും മുന്നിലും തേടിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നിങ്ങളുടെ എന്തോ ഉണ്ടാക്കുക. അണ്ണന്റെ വണ്ടി കണ്ടാ നിങ്ങൾ നിർത്തിക്കോ? അതല്ല സാർ, ഈ വണ്ടി നമ്പർ അതുകൊണ്ടാ. ഒന്ന് പറഞ്ഞു നോക്കണോ? അതെ, TN 5900. അണ്ണന്റെ ഒമ്നി വാൻ മുതൽ അംബാസഡർ വരെ ഇതേ നമ്പറാ. ജിപ്സി ഇതേ നമ്പറിൽ 4 എണ്ണം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വണ്ടി നിർത്തിക്കോ. പോയി ചെക്ക് ചെയ്യും. സാർ നമുക്ക് ചെക്ക് ചെയ്യാം, നമുക്ക് പോയി ചെക്ക് ചെയ്യാം. ഒന്ന് മിണ്ടാതിരിക്കണോ? ഓ, ഏത് സ്റ്റേഷനിൽ എത്താൻ? തന്റെ പേരെന്താ? അറിവഴകൻ സാർ. അറിവഴകൻ. ഇവിടെ ഉള്ളത് ഇവിടെ ഇല്ലേ? സോറി ആ, സാർ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരുന്നോ? ദേ നോക്ക്, എന്റെ അണ്ണനെ അടിച്ചിട്ട് ഓടിക്കളഞ്ഞിരിക്കുക. അവൻ ഈ ചെക്ക് പോസ്റ്റ് കടന്നു പോരുത്. എന്ത് ചെയ്താലും ശരി, എങ്ങനെ ചെയ്താലും ശരി. തുറക്കണോ ചെക്ക് പോസ്റ്റ്? തുറക്കാൻ പറഞ്ഞില്ലേ? ഇതിപ്പോ കൺഫ്യൂഷൻ ആയല്ലോ. ഇവനാണോ അവൻ, അതോ അവനാണോ ഇവൻ? അറിവഴകനോടൊന്ന് ലൈനിൽ വരാൻ പറ, മിനിസ്റ്റർക്ക് സംസാരിക്കാനാ. സാറിന് ഫോണുണ്ട്. സാർ ഞാൻ അറിവഴകനാ. സാർ, ബൈപ്പാസ് റോഡ് ചെക്ക് പോസ്റ്റിൽ അറിവഴകൻ ലൈനിലുണ്ട്. എന്താ അവനെ കിട്ടിയാ? ഇനിയും കിട്ടിയിട്ടില്ല. ശരിക്കും ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ശരിക്കും തരേ. വണ്ടി നമ്പർ അറിയില്ലേ? ജിപ്സി 100. നമ്മുടെ ജിപ്സിയിൽ ഒരേ നമ്പർ ആയതുകൊണ്ട് വേറെ ഏതെങ്കിലും അടയാളം പറയും സാർ. അവൻ ഏത് ഡ്രസ് ഇട്ടിരിക്കുന്നേ? അവന്റെ കുപ്പായത്തിന് നിറവുന്നതാ. കറുപ്പ് കളർ ബനിയനും പച്ച കളർ പാന്റും. സാർ ശരിക്കും കേൾക്കുന്നില്ല. എന്താ സാർ? കറുപ്പ് പാന്റും പച്ച ബനിയനോ? സാർ അവൻ നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് പോയി കളഞ്ഞു സാർ. നമ്മുടെ ആളാണെന്ന് പറഞ്ഞിട്ട് പോയോ? അതിലൊരു പെണ്ണിരിപ്പുണ്ടോ? എന്താ സാർ? പെണ്ണില്ലല്ലോ സാർ. നന്നായിട്ട് നോക്കണോ? സാർ ഉണ്ട് സാർ, പെണ്ണുണ്ട് സാർ. അവൻ എസ്കേപ്പ് ആയി സാർ. എസ്കേപ്പ് ആയെന്നാ? ഇത്രയും പേരെ അവൻ കളിപ്പിച്ച് കളഞ്ഞല്ലേ? സാർ എനിക്കൊരു ഐഡിയ. എന്താണോ? ഇവനെ നമ്മൾ അഭയ കേസ് ഏൽപ്പിച്ചായിരുന്നെങ്കിലേ കട്ടായമായിട്ട് ഇവൻ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തി ഇപ്പൊ കേസ് കളിച്ചേനെ. ഇവനൊരു ഗില്ലിയാ സാർ. മുത്തുപ്പാണ്ടി, നീ വിഷമിക്കണ്ട. അവനെ കയ്യോടെ പിടിച്ചേരാം. നീ വാ. അവനെ കൊന്നിട്ട് ധനലക്ഷ്മി കെട്ടിയിട്ട് ഞാൻ ഈ നാട്ടിൽ കാലുകുത്തുള്ളൂ. അതുവരേക്ക് മുത്തുപ്പാണ്ടി നാട്ടിൽ വരില്ല. എടുക്കടാ വണ്ടികള്.